ഭേദമന്യേ ഇനി എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഹെയർ ഡേയുടെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നാച്ചുറലായിട്ട് വീട്ടിൽ ചെയ്യാൻ ഈ ഒരു കഷ്ണം മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇത് തുടർന്ന് ഈ ഒരു കഷ്ണം എന്താണെന്ന് അറിയാനായിട്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം കേട്ടോ. ഇതൊരു തുള്ളി തലയിലേക്ക് തൊട്ടാൽ മാത്രം നമ്മുടെ നരച്ച മുടി കട്ടക്കറുപ്പാക്കാനും നമ്മുടെ മുടിയൊക്കെ നല്ല തിളക്ക വാർന്നിട്ട് കിടക്കാനും അതുപോലെ തന്നെ മുടി പൊട്ടുന്നത് കുറയാനും എല്ലാത്തിനും വളരെ നല്ലതാണ്. മുടി കണ്ടീഷൻ ചെയ്തതുപോലെ തന്നെ ഉള്ള ഒരു ഫീലിംഗ് നമുക്ക് ആ മുടിക്ക് കിട്ടുന്നതായിരിക്കും. അതെങ്ങനെയാണെന്ന് തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം. ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ എന്താണെങ്കിലും വീട്ടിൽ നാച്ചുറലായിട്ട് ഡൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ഇരുമ്പുചട്ടി വേണം എടുക്കാൻ കേട്ടോ. വേറൊരു പാത്രത്തിൽ എടുക്കേണ്ട ഇരുമ്പുചട്ടി തന്നെയാണ് ഏറ്റവും നല്ലത്. നമുക്ക് നാച്ചുറലായിട്ട് ഹെയർ ഡൈകൾ വീട്ടിലുണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഇരുമ്പുചട്ടി എടുക്കുക. അതിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നത് ഒരു കഷ്ണം ശർക്കരയാണ്. അപ്പോൾ ശർക്കര കൊണ്ട് എങ്ങനെ നമ്മുടെ മുടിനെ ഇതുപോലെയൊക്കെ ആക്കി തീർക്കാം, എന്നാലും എല്ലാം മാറ്റാൻ എങ്ങനെ പറ്റൂ എന്നെല്ലാവരും ചിന്തിക്കുന്നവരുണ്ടായിരിക്കും. പക്ഷേ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് അതുപോലെ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കഷ്ണം, ചെറിയൊരു കഷ്ണമാണ്, ഒരുപാട് മുടിയുള്ളവർക്ക് നല്ലൊരു മുഴുത്തൊരു കഷ്ണം എടുക്കാം. ഞാനിപ്പോൾ ചെറിയൊരു കഷ്ണമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് നല്ല ഒരു രുതികല്ല് വെച്ച് ആ ഇരുമ്പുചട്ടി തന്നെ വെച്ച് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് അരിപ്പിച്ചെടുത്തിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. വളരെ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതാണ് നമ്മുടെ ഈ ശർക്കര. ഈ ശർക്കര നമുക്ക് തലയോട്ടി വൃത്തിയായി നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്നതാണ്. അതുപോലെ മുടിക്ക് മൃദുത്വവും സ്വാഭാവിക തിളക്കവും നൽകാൻ സഹായിക്കുന്നു. മുടി പൊട്ടുന്നത് കുറയാൻ സഹായിക്കുന്നു. പിന്നെ ആരോഗ്യകരമായ തലയോട്ടി നിലനിർത്തുന്നതിലൂടെ മുടിയുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നു. പിന്നെ മുടി കണ്ടീഷൻ ചെയ്യുന്നത് പോലെ തന്നെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. താരം കുറയാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ വളർന്നു വരുന്ന മുടി പോലും നല്ല കരുത്തോടു കൂടി തന്നെ വളരാനും സഹായിക്കുന്നതാണ്. നമ്മുടെ ഈ ശർക്കര നല്ല തിളക്കമായിട്ട് കിടക്കാനും സഹായിക്കുന്നതാണ്. കുട്ടികൾക്ക് മുതൽ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതുമാണ് കേട്ടോ. അപ്പം നമ്മൾ ഇതുപോലെ ഇത് നല്ലപോലെ പൊടിച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് ഒന്ന് കുറുക്കി അര ഗ്ലാസ് ആക്കി ഇതെടുക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളോട് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ നമ്മുടെ ഉലുവ പൊടിച്ചതാണ് കേട്ടോ. ഉലുവ പൊടിച്ച് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഉലുവ നല്ലപോലെ പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ വേണം ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് മുടിയുടെ അനുസരിച്ച് കൂട്ടി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒരു അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ അളവിൽ തന്നെ കരിഞ്ജീരകം പൊടിച്ചതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഞാൻ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് കുറുക്കി നമുക്ക് എടുക്കാം. എല്ലാവർക്കും അറിയാം ഉലുവയുടെ ഗുണങ്ങളും അതുപോലെ കരിഞ്ജീരകത്തിൻ്റെ ഗുണങ്ങൾ നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ചെയ്ത് വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് തയ്യാറാക്കിയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തലയിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കുക. മാസത്തിൽ ഒന്ന് മാത്രം ചെയ്താൽ മാത്രം മതിയാകും കേട്ടോ. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ്. ഇപ്പോൾ കണ്ടില്ലേ, അത് തിളച്ചൊന്ന് കുറുകി വരും തോറും ഇത് കണ്ടേ നമ്മുടെ ആ ഒരു വെള്ളത്തിന് നല്ല രീതിയിൽ തന്നെ ഒരു കറുപ്പ് നിറം വന്നിട്ടുണ്ട്. ഇതൊന്നുകൂടെ കുറുകി കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെല്ലിക്കാപ്പൊടി ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഇതിനകത്ത് ഞാൻ നെല്ലിക്കാപ്പൊടി, കരിഞ്ജീരകം, ഉലുവ ഇത് മാത്രമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. എന്നിട്ട് 1 ടീസ്പൂൺ അളവ് നമ്മുടെ മുടിക്ക് അനുസരിച്ചെല്ലാം നിങ്ങളിത് കൂട്ടി എടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുറുക്കിയെടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ, എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിനെല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിമങ്ങ് ഓഫാക്കി കൊടുക്കാം. ഒരുപാട് കുറുക്കിയെടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഇതിൽ നമ്മുടെ ഉലുവാടയും കരിഞ്ജീരകത്തിൻ്റെ എന്തെങ്കിലും പൊടികളും എല്ലാം നമ്മുടെ തലയോട്ടിലൊക്കെ ഒട്ടിപ്പിടിച്ചെന്ന് ശരിയാകത്തില്ല. അതുകൊണ്ട് നമുക്കിതൊന്ന് അരിച്ചിട്ടൂടെ എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് കുറുക്കിയതിന് ശേഷം ഫ്ലെയിമങ്ങ് ഓഫാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അരിച്ചെടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ നമുക്ക് ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ പറയണം. അങ്ങനെ നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഹെയർ ഡേ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഈ ഒരു രൂപത്തിലാണ് നമുക്ക് കിട്ടുന്നത്. ഒരു 10-15 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് നിങ്ങളൊന്ന് എടുത്ത് നോക്കൂ. നല്ലൊരു ബ്ലാക്ക് കളറായിരിക്കും കേട്ടോ. അപ്പോൾ ശരിക്കും നല്ല റിസൾട്ടാണ്. ഇത് നമുക്ക് നമ്മുടെ മുടി വളരാൻ വളരെ നല്ലതാണ്. അതുപോലെ നമ്മുടെ പിരികം ഒക്കെ വളരാനും വളരെയധികം നല്ല രീതിയിൽ തന്നെ സഹായിക്കുന്നതാണ്. ഇപ്പം പിന്നെ പുരുഷന്മാർക്ക് മീശ, താടിയൊക്കെ നരച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാസത്തിലൊന്ന് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കൂ. നമ്മുടെ നരച്ച മുടിയൊക്കെ ഒരു ബ്ലാക്ക് ഷെയ്ഡിലേക്ക് കൊണ്ടുവരുന്നതാണ് കേട്ടോ. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ്. മുടിയൊക്കെ ഈ ഒരു കളർ കണ്ടില്ലേ, ഈ ഒരു കളറിൽ തന്നെ മുടിയൊക്കെ കറുത്ത് തിളങ്ങും. അതുപോലെ തന്നെ താരം പോകാൻ, മുടി പൊട്ടൽ പോകാൻ, പേന്, അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പോൾ മുടിക്കായ, ഇതൊക്കെ പോകാൻ വളരെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ നാച്ചുറലായിട്ട് നമ്മളിങ്ങനെ ചെയ്യുവാണെങ്കിൽ
ചെയ്യുവാണ് നമ്മുടെ മുടിയൊന്നും പൊഴിഞ്ഞൊന്നും പോകത്തൊന്നുമില്ല. കെമിക്കൽ മേടിച്ചടിക്കുന്ന പോലെ പെട്ടെന്ന് ഒറ്റ യൂസിൽ കറുത്ത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസത്തിൽ ഒന്ന് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കേണ്ട ഒരു വിധം എന്ന് വെച്ചാൽ നമ്മുടെ മുടിയിൽ എണ്ണമയം കാണാൻ പാടില്ല. എണ്ണമയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഷാമ്പു ഇട്ട് അത് കഴിയതിന് ശേഷം മാത്രം ഇത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സാധാ ഇപ്പം നമുക്ക് എത്ര നേരം വെക്കാൻ പറ്റും അത്രയും നേരം. നിങ്ങൾ കുളിക്കുന്നതിന് മുമ്പ് ഇന്ന് കഴുകി കളഞ്ഞാൽ മാത്രം മതി. കുളിക്കാൻ കയറുമ്പോൾ നിങ്ങളത് കഴുകി കളയുക. സാധാ പച്ചവെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി. അല്ലാതെ പിന്നെ സോപ്പോ ഷാമ്പുവോ താളിയോ ഒന്നും ഇട്ടൊന്നും കഴുകരുത്. കാര്യം അങ്ങനെ കഴുകുവാണെങ്കിൽ ആ കളർ നമ്മുടെ നരച്ച മുടിയിലൊന്നും പിടിക്കത്തുമില്ല കേട്ടോ. അപ്പോൾ യാതൊരു ഗുണവും ഇല്ലാതായിപ്പോൾ സോപ്പൊക്കെ ഉപയോഗിക്കുവാണെങ്കിൽ. അപ്പോൾ ഒരു ദിവസം നിങ്ങൾ സോപ്പൊന്നും ഉപയോഗിക്കുക, സാധാ വെള്ളത്തിൽ കഴുകുവാണെങ്കിൽ നമ്മുടെ മുടിയൊന്നും പശ പോലെ ഒട്ടിപ്പിടിച്ചിരിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. നല്ലൊരു സ്മെല്ലായിരിക്കും. ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഈ ഒരു തിളക്കം കണ്ടില്ല, ഈ ഒരു തിളങ്ങി കിടക്കുന്ന പോലെ തന്നെ നമ്മുടെ മുടി കറുത്ത് തിളങ്ങി തന്നെ കിടക്കും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കും വീട്ടിൽ എല്ലാവർക്കും ഇത് ചെയ്ത് കൊടുക്കാറുണ്ട്. എൻ്റെ കുട്ടിയുടെ മുടിയിലും അതുപോലെ എൻ്റെ മുടിയിലൊക്കെയാണ് ഞാൻ ഇത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു ഇത് നമ്മുടെ കയ്യിലേക്ക് എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രഷ് ഉണ്ടെങ്കിൽ ആ ബ്രഷ് വെച്ച് നമ്മുടെ മുടി നരച്ച മുടിയുള്ള ഭാഗങ്ങളിലും തലയോട്ടിലെല്ലാം നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക. വലിയ രീതിയിൽ മസാജ് ചെയ്യാതെ പതുക്കെ മസാജ് ചെയ്തതിന് ശേഷം മുടി ഒന്ന് മുറുക്കി കെട്ടി വെക്കുക. അതിന് ശേഷം ഇത് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഒരു 30 മിനിറ്റ് അതിന് ശേഷം നിങ്ങൾ കഴുകി കളഞ്ഞാലും മതിയാവും. പിന്നെ എൻ്റെ മുടിയിലേക്ക് ഇന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തൈറോയിഡൊക്കെ ഉള്ള എനിക്ക് ഒരുപാട് മുടി പൊഴിച്ചിലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് നരയ്ക്കുകയും ചെയ്യായിരുന്നു കേട്ടോ. എനിക്ക് നാച്ചുറലായിട്ടുള്ള ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടാണ് എൻ്റെ മുടീനെ ഒന്ന് ശരിക്കും വളർത്തിക്കൊണ്ട് വന്നതും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറ്റിയതും ഒക്കെ ഇങ്ങനെ തന്നെയാണ്. കാര്യം തൈറോയിഡിന് ഗുളിക കഴിക്കുമ്പോഴൊക്കെ നമുക്ക് മുടി പൊഴിയുന്നുണ്ട്. അപ്പോൾ അതെല്ലാവർക്കും അറിയാമായിരിക്കും. തൈറോയിഡ് ഉള്ളവർക്ക് എല്ലാവർക്കും അറിയും നമ്മുടെ മുടി പൊഴിഞ്ഞു പോകുന്നു. പക്ഷേ അപ്പം നമ്മുടെ നെറ്റിയിലൊക്കെ ഇങ്ങനെ കയറി ഒത്തിരി മുടി പൊഴിയും, നമ്മുടെ തലയോട്ടിയൊക്കെ നല്ല തെളിഞ്ഞ് കാണും. പക്ഷെ ഇപ്പോൾ എനിക്ക് അങ്ങനെയൊന്നുമില്ല, നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. ചെറിയ രീതിയിൽ മുടിയൊക്കെ കിളുക്കാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ മുടിയൊക്കെ നല്ല രീതിയിൽ തന്നെ കിളിർക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് കുട്ടിയുടെ മുടിയാണ്. ഇപ്പോൾ ഒരുപാട് മുടി പൊഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു കുട്ടിക്ക്. ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ മുടി കിളുക്കുന്നുണ്ട്. ഒരുപാട് നരയും ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം മാറി കിട്ടിയിട്ടുണ്ട്. ബട്ട് നിങ്ങളും ട്രൈ ചെയ്യൂ. ഇനി ഒരു കുസൃതി ചോദ്യം ചോദിക്കാം കേട്ടോ. എത്ര എടുത്താലും വലുതാകുന്നത് എന്താണ്? ഒത്തിരി അറിയാവുന്നവർ ആദ്യം വന്ന് കമൻറ്റ് ചെയ്യുന്നത് ആരായിരിക്കും ഒന്ന് കമൻറ്റ് പറയണം കേട്ടോ. അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്.